പത്തനംതിട്ട നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 50 വർഷത്തോളം പഴക്കമുള്ള പഴയ കെട്ടിടങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. നിലവിൽ ഈ കെട്ടിടങ്ങളിൽ ക്ലാസ് മുറികളില്ലെങ്കിലും സമീപത്ത് ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾക്കാണ് ഈ കെട്ടിടങ്ങൾ ഭീഷണിയാകുന്നത്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് നിരവധി തവണ നാട്ടുകാരും PTA-യും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അരനൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്ക്. മേൽക്കൂര ഏതാണ്ട് പൂർണ്ണമായി തകർന്നു. പാറ ഉപയോഗിച്ച് നിർമ്മിച്ച കൂറ്റൻ ചുമരുകൾ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്ന സ്ഥിതിയിലുമാണ്. തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാനെത്തുന്ന കുട്ടികൾ ഈ തകർന്നു വീഴാറായ കെട്ടിടത്തിന് സമീപമാണ് കൂട്ടം കൂടി നിൽക്കാറുള്ളത്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അവർ ഇതിനകത്തൊക്കെയാണ് കയറി നിൽക്കുന്നത്. അവർക്കൊരു അപകടം വരാതിരിക്കാൻ വേണ്ടി ഇത് നിയമപാലകര്, സർക്കാർ ഇത് പൊളിച്ചു നീക്കി വൃത്തിയാക്കി വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമുക്ക് നാട്ടുകാരെന്നുള്ള നിലയിൽ പറയാനുള്ളത്. വർഷങ്ങളായിട്ട് ഇത് ഈ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ 5 വർഷക്കാലമായി ചെറിയൊരു ഈ സ്കൂളിൻ്റെ ഒരു റൂമിൽ അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ സർക്കാർ ലെവലിൽ എത്തിച്ച് അതിന് നടപടി ഉണ്ടായി. സർക്കാർ ഇപ്പോൾ അംഗൻവാടി അപ്പുറത്തോട്ട് മാറ്റിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കെട്ടിടങ്ങളിൽ നിന്ന് ക്ലാസ് മുറികൾ മാറ്റിയിരുന്നു. ഇപ്പോൾ ഉപയോഗശൂന്യമായ ഈ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റാൻ വൈകുന്നതിന്റെ കാരണം അധികാരികൾ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ക്ലാസുകൾ നടക്കാറുള്ള കെട്ടിടത്തിന് സമീപവും തകർന്നു വീഴാറായ കെട്ടിടമുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ കിടക്കുന്ന ഒരു ബിൽഡിംഗാണ് നമ്മുടെ പുറകെ കാണുന്നത്. ഈ ബിൽഡിംഗ് ഏതാണ്ട് ഏത് നിമിഷവും ഈ കാലാവസ്ഥ ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഏത് നിമിഷവും നിലംപതിക്കാറായ ഒരു അവസ്ഥയിലാണ്. തുടർന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും എങ്ങനെയൊക്കെയായിരിക്കും എന്ന് നമ്മൾ ഊഹിക്കാൻ പോലും കഴിയില്ല. ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ പാഠം പഠിച്ച് ഇത്തരം അപകടാവസ്ഥ ഒഴിവാക്കുകയും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യണമെന്നൊരു അപേക്ഷയാണ്. സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും നിരവധി തവണ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. കുട്ടികൾക്ക് അപകട ഭീഷണിയായ ഈ കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. മീഡിയ 1 പത്തനംതിട്ട.